പണ്ട് യൂറോപ്പിലുള്ള ആളുകൾ ലോകം മുഴുവൻ സഞ്ചരിച്ചിരുന്നു. കരമാർഗവും കടൽ മാർഗവും എല്ലാം നമ്മളുടെ കേരളത്തിലും ഇന്ത്യയിലും എല്ലാം അവർ വന്നു. അവർ ലോകം മുഴുവൻ സഞ്ചരിച്ച് ലോകം മുഴുവൻ അവർക്ക് കീഴിലായി. അതിന് കാരണം അവർക്ക് ഒരുപാട് അനുഭവങ്ങൾ ലഭിച്ചു. അവർക്ക് ഏത് മേഖലയിലും ചെന്ന് ജീവിക്കാനുള്ള അറിവുകൾ നേടി. ലോകത്തെക്കുറിച്ച് മുഴുവൻ ഒരു കൃത്യമായ ധാരണ ഉണ്ടായി. ഇപ്പോൾ കേരളത്തിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചപ്പോൾ അവർ ബ്രിട്ടനിൽ കിടക്കുന്ന ആൾക്കാരാണ് ഇവിടെ വന്ന് ഭരിച്ചിരിക്കുന്നത്. അതായത് കേരളത്തിൽ ഇവിടെ ഇത്രയും ആളുകൾ ഇവരുടെ സ്വന്തം ഇവർ ജീവിച്ച് വളർന്ന സ്ഥലത്ത് ഇവർക്കിവിടെ ആയുധങ്ങളും എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ടാക്കാനും, അല്ലെങ്കിൽ ഇവർക്ക് വേറെ എവിടെ നിന്നും കൊണ്ടുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ എല്ലാ കാര്യങ്ങളും ഉള്ള സ്വന്തം നാട്ടിൽ വേറെ പുറമെന്ന് ആൾക്കാർ കപ്പലിൽ നിന്ന്, ഒരു കപ്പൽ എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ കൊള്ളും, വളരെ കുറച്ച് പഴയ കാലത്ത് ഒരു കപ്പലിൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ കൊണ്ട് ഇവിടെ വന്ന് ആക്രമിച്ച് കീഴടക്കി അവരത് പോയി. ഇവിടെ ഇത്രയും ആളുകളുണ്ടായിട്ട് ഇത്രയും ആളുകളെ കീഴടക്കി അവർ പോയി. അപ്പോൾ ബ്രിട്ടീഷുകാരാണെങ്കിലും അതിന് മുമ്പ് പോർച്ചുഗീസ് അല്ലെങ്കിൽ പല പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഫസ്റ്റ് വന്ന് കച്ചവടത്തിനാണ്. പിന്നീട് അവർക്ക് കാര്യം മനസ്സിലായി, എങ്ങനെയാണ് ഓരോ സ്ഥലത്തുള്ള കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ അവർ ചെന്ന സ്ഥലങ്ങളെല്ലാം കീഴടക്കി. ഇപ്പോൾ കേരളത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ മലയാളികൾ ലോകം മൊത്തം പോവുകയാണ്. അവർ മലയാളികളില്ലാത്ത ഒരു സ്ഥലമില്ല. നമ്മൾ കാണാറുണ്ട്, ചന്ദ്രൻ ചെന്നപ്പോൾ ചന്ദ്രേട്ടൻ ചായക്കട നടത്തുന്ന നമ്മൾ കാണാറുണ്ട്. അങ്ങനത്തെ ട്രോളുകളെല്ലാം നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ലോകം മുഴുവൻ മലയാളികളും ഇന്ത്യക്കാരും പോകുന്നത് ഇന്ത്യക്കും കേരളത്തിനും ഗുണകരമായിട്ടാണോ അതോ അത് ദോഷകരമായിട്ടാണോ ബാധിക്കുക? എങ്ങനെയാണ് നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നത്? നിങ്ങളത് കമൻറ്റായി രേഖപ്പെടുത്തുക. നന്ദി. താങ്ക് യു.